എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഫെബ്രുവരി 19 വ്യാഴാഴ്ച. സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ ആയിരുന്നു. പോസ്റ്റ് മാർക്കറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുക വഴി ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാനും അതൊരു സഹായകമാകും. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യൻ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ എല്ലാം തന്നെ ഒരു സ്ട്രോങ് സെല്ലിങ്ങിനെയാണ് നേരിട്ടത്. പ്രധാനമായും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് നിക്ഷേപകരുടെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചത് എന്ന് വേണം പറയാൻ. രണ്ടാഴ്ചക്കിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US ഇറാൻ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. അത് കാരണം കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയും വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ബാങ്കിങ്, FMCG, ഹെവി വെയ്റ്റുകളിലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുകൂടി ആയപ്പോൾ സെഷനിൽ മാർക്കറ്റ് വലിയ ഒരു തകർച്ചയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാന കാര്യം, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അതായത് FPI ഫെബ്രുവരി ഫസ്റ്റ് ഹാഫിൽ 10,956 കോടി രൂപ മൂല്യമുള്ള IT സ്റ്റോക്കുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ഇതേ കാലയളവിൽ ആകെ 29,709 കോടി രൂപയുടെ ഇൻവെസ്റ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. IT സ്റ്റോക്കുകളിലാണ് ഏറ്റവും മോശം സെല്ലിംഗ് നടത്തിയത്. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വില കൂടിയ കാരണം കൊണ്ട് പണപ്പെരുപ്പ ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പണപ്പെരുപ്പ ആശങ്കകൾ വർദ്ധിക്കുകയും അതുവഴി ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുമെന്ന പേടിയും മാർക്കറ്റിൽ വോളറ്റിലിറ്റിക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം US ഫെഡിൻ്റെ നിരക്ക് കുറയ്ക്കലിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും നമ്മുടെ രൂപയുടെ തുടർച്ചയായ ബലഹീനതയും ഡൊമസ്റ്റിക് മാർക്കറ്റിനെയും ബാധിച്ചു. പ്രധാന ഏഷ്യൻ മാർക്കറ്റുകളിലെ വോളറ്റിലിറ്റി കാരണം FII പാർട്ടിസിപ്പേറ്റ് കുറഞ്ഞതും ഇന്ത്യയിൽ പ്രാദേശിക ബാങ്കിങ്ങിന് അവധി കാരണവും സെറ്റിൽമെൻ്റ് ഇല്ലാത്തതും സെല്ലിംഗ് മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യാൻ സഹായകമായി. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇന്ന് നിഫ്റ്റി വലിയ ഒരു തകർച്ചയിലാണ്. 365 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. 25,454 സെൻസെക്സ് 1,236 പോയിൻ്റ് ഇടിഞ്ഞ് 82,498 എത്തി. രണ്ടും ഏകദേശം 1.5% ഇടിഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 811 പോയിൻ്റാണ്, 1.32%. ഇന്ന് NSEയെ സംബന്ധിച്ചിടത്തോളം 4 സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ONGC ആണ് 3.80% ഹൈയിൽ നിൽക്കുന്നത്. എന്നാൽ BSEയെ സംബന്ധിച്ചിടത്തോളം 30 സ്റ്റോക്കുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ട്രെൻഡ്, M&M, ഇൻഡിഗോ, അൾട്രാടെക് സിമെൻറ്റ്, ഭാരതീയ ഇലക്ട്രോൺ തുടങ്ങി 3.2% വരെ ഇടിഞ്ഞ സ്റ്റോക്കുകളും ഉണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.59%, സ്മോൾ ക്യാപ്പ് 1.27% നെഗറ്റീവിലാണ്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓട്ടോ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. ഓരോന്നും 2% വീതമാണ് ഇടിഞ്ഞത്. നിഫ്റ്റി FMCG, നിഫ്റ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, PSU ബാങ്ക് ഇവയെല്ലാം തന്നെ 1%-ലധികമാണ് ഇടിഞ്ഞത്. നിഫ്റ്റിയിൽ ഇന്ന് ഒരു സൈലന്റ് നെഗറ്റീവ് സെഷൻ തന്നെയായിരുന്നു. ഇന്നലത്തെ റിക്കവറി മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇൻട്രാഡേ മുഴുവൻ, ഇന്നത്തെ ദിവസം മുഴുവൻ അല്പാൽപമായി ക്രമേണ താഴേക്ക് നീങ്ങുന്നതായിട്ടാണ് കണ്ടത്. സ്റ്റേബിളായാണ് മാർക്കറ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് എങ്കിലും 25,900 സോണിന് ചുറ്റും തുടർച്ചയായി സപ്ലൈ നേരിട്ടു. ഇത് ലോവർ ഹൈ ആൻഡ് ലോവർ ലോ ഫോർമേഷന് കാരണമാവുകയും ചെയ്തു. അക്കുമുലേഷനേക്കാൾ ഇൻട്രാഡേ സപ്ലൈ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ടെക്നിക്കലി 25,645, അതുപോലെ 25,660 ഈ ഷോർട്ട് ടൈം സപ്പോർട്ട് ബാൻഡിന് താഴെയായിട്ടാണ് നിഫ്റ്റി ഇന്ന് നിൽക്കുന്നത്. 20-ഡേ EMAയുമായി ഇത് പൊരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 25,645, 660 സപ്പോർട്ട് പൊട്ടിയപ്പോൾ സെല്ലിംഗ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് 25,350 വരെ, 25,388 ഇന്നല്ലോ. അടുത്ത സപ്പോർട്ട് 25,350 ഏകദേശം അവിടെ എത്തിയെന്ന് തന്നെ അറിയാം. 25,388, 25,400 സപ്പോർട്ട് സോണിലേക്ക് ഇന്ന് വീഴുകയാണ് ഉണ്ടായത്. പ്രീവിയസ് സെഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ
മൊമെൻറ്റം ഇൻഡിക്കേറ്റർ സ്ലോവിലി RSI 44-45 റേഞ്ചിലേക്ക് കൊണ്ടുപോയി ബുള്ളിഷ് മോഡിനെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇന്നലത്തെ 25,800 എന്നുള്ള ഈ ഒരു ബ്രേക്കൗട്ട് ട്രൈ ചെയ്തിരുന്നല്ലോ, അത് പരാജയപ്പെട്ടത് ഫോളോ ത്രൂ ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനെയാണ് സൂചിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ സ്ട്രക്ചർ സൂചിപ്പിക്കുന്നത് ഒരു സ്ട്രോങ് ട്രെൻഡ് റിവേഴ്സൽ അല്ല, മറിച്ച് ഒരു കൺസോളിഡേഷൻ ഘട്ടമാണ്. 25,000 മുകളിലുള്ള ഒരു സസ്റ്റൈനബിൾ ഹോൾഡ് റേഞ്ച് ബൗണ്ട് മൂവിങ്ങിനെ, ഒരു ശരാശരി മൂവിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചേക്കാം, അത്രയേ ഉള്ളൂ. അതേസമയം ഈ ലെവലിന് താഴെയുള്ള ഒരു ഡിസൈസീവ് ഫാൾ 25,150 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റിയെ വലിച്ചിഴച്ചേക്കാം. ഓക്കെ, ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്യാം. ഇന്ന് അല്പം പേഴ്സണലി അല്പം പാളി എന്ന് തന്നെ പറയാം. ഓക്കെ, ഏതായിരുന്നാലും ഇന്നലെ തന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിലും താഴെ നമ്മുടെ സപ്പോർട്ട് ലെവൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് താഴേക്ക് വന്നത്. ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. നാളെ സപ്പോർട്ടായിട്ട് 25,350 തന്നെ വയ്ക്കാം. 25,350 താഴെ പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഒരു അപ്പ് സൈഡിലേക്ക് 25,535 മുകളിൽ എൻട്രി എടുത്ത് പോയാൽ മതിയാവും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മുടെ സപ്പോർട്ട് ലെവലിന് താഴേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു സപ്പോർട്ട് സോണ്. 60,550 കുറച്ചുകൂടെ സെക്യൂറായിട്ട് 60,358 അങ്ങനെയാണെങ്കിൽ 60,535 തന്നെ, അല്ലെങ്കിൽ 60,550 തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ ശ്രമിക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിൽ 60,900 മുകളിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ രണ്ട് ലെവലുകളും വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ട്രേഡുകളൊന്ന് നോക്കാം. ഞാനെടുത്ത ട്രേഡുകളാണ് 25,800 കോൾ സൈഡ് 127, 131 വരെ പോയുള്ളൂ. രാവിലെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആയിരുന്നു. പിന്നീട് 00 സെൻസെക്സ്, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. പിന്നെ 25,650 കാൾ സൈഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോയി. പിന്നീട് 25,700 കാൾ സൈഡ് 149 എൻട്രി പറഞ്ഞത്. 150 മുതലാണ്, 150 മുതൽ തിരിച്ച് ടാർഗറ്റിലേക്ക് പോയി. ബാങ്ക് നിഫ്റ്റി പുട്ട് സൈഡ് 370, അത് പ്രോഫിറ്റാണ്. നിഫ്റ്റി 25,800 പുട്ട് സൈഡ്, അത് പ്രോഫിറ്റാണ്. സോറി, ഇത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഇത് ആ ഒരു റേഞ്ച് വരാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. പിന്നീട് 25,650 കാൾ സൈഡ് 131 എടുത്തു, അത് ടാർഗറ്റ് ഹിറ്റാണ്. ബാങ്ക് നിഫ്റ്റി 61,000 കാൾ സൈഡ് 390 എടുത്തു, എൻട്രി ലഭിച്ചിട്ടില്ല. 25,650 പുട്ട് സൈഡ് 175 എടുത്തു, പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റി 28,100 എടുത്തു, കാൾ സൈഡ്, അതും പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ശരാശരി ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഓക്കെ, നാളെ നിങ്ങൾ ഈ രണ്ട് ലൈനുകളും, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുക. ട്രേഡ് എടുക്കുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.